ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. വിജയ് ഹസാരെ ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായ രുദ്രാജ് ഗെയ്ക്വാദ് മഹാരാഷ്ട്രയെയാണ് ഇപ്പോൾ നയിക്കുന്നത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു ഓൾറൗണ്ടറുണ്ട്. അത് മറ്റാരുമല്ല, രാമകൃഷ്ണ ഘോഷാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് ഇദ്ദേഹം. 2025 ലേലത്തിൽ 30 ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു ഈ ഓൾറൗണ്ടറെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നു. ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് സവിശേഷത. ഇതുവരെ 4 മത്സരങ്ങൾ ഹസാരെ ട്രോഫിയിൽ കളിച്ചു. അതിലെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. പൂനെക്കെതിരെയുള്ള മത്സരത്തിൽ 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു. കൂടാതെ 73 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഇനി സിക്കിമിനെതിരെയുള്ള മത്സരത്തിൽ 22 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. കൂടാതെ 18 റൺസ് പുറത്താവാതെ അദ്ദേഹം നേടി. ഹിമാചൽ പ്രദേശിനെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ബൗളിംഗ് പെർഫോമൻസ് വന്നത്. 42 റൺസ് വഴങ്ങിക്കൊണ്ട് 7 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. 2 റൺസാണ് അദ്ദേഹം അത് നേടിയിട്ടുള്ളത്. 7 വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ഇന്നലെ ഉത്തരാഖണ്ഡിനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. 24 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. കൂടാതെ 31 പന്തുകളിൽ നിന്ന് 47 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. ഇങ്ങനെ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. മാത്രമല്ല, വിജയ് ഹസാരെ ട്രോഫിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരം അഥവാ 1ാം സ്ഥാനത്ത് രാമകൃഷ്ണ ഘോഷ് തന്നെയാണ് വരുന്നത്. 15 വിക്കറ്റുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് ബൗളറാണ് ഇദ്ദേഹം. ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിന് മുതൽക്കൂട്ടാവുന്ന ഒരു താരമാണ് ഇദ്ദേഹം. ഒന്ന് തേച്ച് മിനുക്കിയെടുത്താൽ മികച്ച ഒരു താരത്തെ തന്നെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് ലഭിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.